ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. രാവിലെ 5:15 അപ്പോൾ പള്ളിയിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വേഗം പള്ളിയിൽ പോകണം കേട്ടോ. ഇന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ കുർബാനയും കാഴ്ചവെപ്പും ഒക്കെയാണ്. സോ നമ്മൾ പോകണം. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാമെന്നാണ് ഇരുന്നത്. അപ്പോഴാണ് വെള്ളിയാഴ്ച പള്ളിയുടെ ഗ്രൂപ്പിൽ വന്നത് കാഴ്ചവെപ്പ് കുർബാനയും ആദ്യത്തെ കുർബാനയ്ക്ക് നമ്മുടെയാണ് എന്നുള്ളത്. അപ്പോൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സെക്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതെനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ. അവിടെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു അവസരം കൂടെ കിട്ടുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ ഡിമ്പിൾ എൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ മമ്മിയുടെ കൂടെ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ എഴുന്നേറ്റു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും വിളിച്ച് ശല്യം ചെയ്യില്ല, റെഡി ആയിട്ട് നിന്നാൽ നമുക്ക് 5:30 ബസ്സിന് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വയോ. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഡിമ്പിൾ റെഡി ആയിട്ട് ദിവാനമ്മ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഈ മന്ദം നടന്ന് പോവാണ്. ഞാൻ പറഞ്ഞു നമുക്കൊരു 5:25 ആകുമ്പോൾ ഇറങ്ങിയാലേ ഡോറ് പൂട്ടി ഗേറ്റ് പൂട്ടി പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ബസ് കയറി ഞങ്ങളിതേ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആൻറ്റി ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ബസ്സിൽ വന്ന് പള്ളിയുടെ വാതിൽക്ക് ഇറങ്ങിയപ്പോൾ മഴ. അപ്പോൾ ആൻറ്റി കുട ചൂടി വന്നോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി പള്ളിക്കകത്ത് കയറി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് വന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനായിട്ട് ഇക്കയുടെ കടയിലാണ് കേട്ടോ പോയത്. ഇതാണ് നമ്മുടെ പൊറോട്ട മാസ്റ്റർ അവിടുത്തെ പുതിയത് കേട്ടോ. നല്ല അടിപൊളി പൊറോട്ടയാണ്. ഇപ്പം അവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പം അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. എന്നിട്ട് ഡാഡിക്കും മമ്മിക്കും ഡോൺ ചേട്ടനും ഉള്ളത് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ രാവിലെ തന്നെ അലമാരി നിറയെ കടികളായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹോം ഡെലിവറിയും ഒക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ. അതെ ഞാൻ പറയുമ്പോൾ കാരണം ഡിമ്പിളെടുത്ത വീഡിയോ ആണ്. സോ എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. അപ്പം ബില്ലടിക്കാൻ കുറച്ച് ലേറ്റ് ആയാലും ഞാൻ ആ ബസ്സിൽ കയറി ഞങ്ങൾ പോയേനെ. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ അല്ലേ തന്നെ അവിടെ നല്ല തിരക്കാണ്. സൺഡേയും കൂടെ ആകുമ്പം കുറച്ചും കൂടെ ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് പാർസലൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് പൂരി മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നടന്നാണ് വീട്ടിലോട്ട് വന്നത് കേട്ടോ. വേറെ ഒന്നും അല്ലായിരുന്നു, നോൺ വെജൊക്കെ വാങ്ങിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പം ഇന്ന് കുറച്ച് ലാഗായിരുന്നു കുർബാന. അപ്പോൾ ഡിമ്പിൾ വെളുപ്പിനത്തെ കുർബാനയ്ക്ക് അങ്ങനെ വരാറില്ല. ഒന്നെങ്കിൽ 10-ൻ്റെ അല്ലെങ്കിൽ വൈകുന്നേരത്തേനാണ് പോവാറ് കേട്ടോ. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേനും അപ്പനും മോനും റെഡിയായിട്ട് മാർക്കറ്റിൽ പോവാണ് കേട്ടോ. ഡോൺ ചേട്ടൻ പറഞ്ഞു ചാക്കോനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സുഖം. മിണ്ടാണ്ട് വരും, മിണ്ടാണ്ട് തിരിച്ച് പോകുന്നോളും, വേറെ ഇടയ്ക്ക് കാര്യങ്ങളൊന്നും ചോദിക്കില്ല. പിന്നെ ഡോൺ ചേട്ടൻ പോകുമ്പോൾ ഒരു ചായയും കുടിച്ച് സ്നാക്സ് കഴിച്ചിട്ടാണ് വരിക. പിന്നെ ആ സ്നാക്സ് അവൻ കഴിക്കുന്നതുകൊണ്ട് ഡോൺ ചേട്ടന് വലിയ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് കഴിക്കുമെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ടോ. അപ്പോൾ അവർ പോവാണ്. ആ നേരം കൊണ്ട് എനിക്ക് മുകളിൽ ചെടി നനയ്ക്കുകയും ഒക്കെ വേണം. വേഗം പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഡാഡി എണ്ണീറ്റുണ്ടായിരുന്നു. ഡാഡി മമ്മി എണ്ണീറ്റിട്ട് അവർ പള്ളിയിൽ പോയി. പാച്ചു ജസ്റ്റ് അനങ്ങിയപ്പോൾ ഡിമ്പിളിനെ കൂടെ പോയി കിടന്നു. അപ്പോൾ ഡിമ്പിൾ വെളുപ്പിനെ മീൻസ് നേരത്തെ എഴുന്നേറ്റ് ഉടനെ കൊച്ചിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ നേരത്തെ നോൺ വെജും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് സാധനമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഈ ആഴ്ച തൊട്ട് ഞാൻ പറഞ്ഞു വളരെ കുറച്ച് സാധനം വാങ്ങിച്ചാൽ മതി, ചൊവ്വയും ബുധനും നമ്മൾ നോൺ വെജ് എടുക്കണില്ല, അപ്പോൾ കുറേ സാധനം വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഡിമ്പിൾ ഉറങ്ങിക്കോട്ടെന്ന് ഞാൻ വിചാരിച്ചു. വേഗം ഞാൻ നോൺ വെജ് എല്ലാം കഴുകി മാറ്റി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനിന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനിടയ്ക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേനും ഡിമ്പിൾ വന്നു കേട്ടോ. എൻ്റെ ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിമ്പിൾ വന്നു. അപ്പോൾ അതേ കട്ട്ലറ്റ് ഉണ്ടാക്കി, ബിരിയാണി, പിന്നെ ഞാൻ 1 പോട്ട് ബിരിയാണിയെ വെക്കുള്ളൂ കേട്ടോ. ചിക്കൻ ബിരിയാണി കുക്കറിൽ ഒറ്റ വിസിലടിപ്പിക്കുക, അതിനാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംഭവം ഞാനുണ്ടാക്കിയതാണെന്ന് പൊക്കി പറയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ നല്ല അടിപൊളി സൺഡേ ആയിരുന്നു. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു കേട്ടോ. സൺഡേ സംഭവം വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയെങ്കിലും ലഞ്ച് കഴിഞ്ഞതോടുകൂടി ഞാൻ ഓഫായിട്ടോ. ഞങ്ങൾ ടോക്കിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ട്യൂസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ ഫുള്ള് എന്താ പറയുക ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല.
ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളിയിൽ പോകാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു പറ്റുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും. അപ്പോൾ ഈ ചൊവ്വാഴ്ച പിള്ളേർക്ക് പൂജവെപ്പിൻ്റെ ഭാഗമായിട്ട് അവധിയാണ്. സോ അത് നമ്മളെ ബാധിക്കേണ്ടല്ലോ, വേറെ ആരെയും ബാധിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഏർലി മോർണിംഗ് പോവുകയാണ്. ഇപ്പോൾ ഒരു 5:50 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിമ്പിളും താഴെ റെഡി ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. പാച്ചുൻ്റെ കൂടെ ഡാഡി കിടന്നോളൂ, പിള്ളേരുടെ കൂടെ ഡോൺ ചേട്ടനും കിടന്നോളൂ കേട്ടോ. അപ്പോൾ കുറേ പേര് വോയിസ് തെറാപ്പിക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി എനിക്കൊരു ഓവർ സ്ട്രെയിൻ ചക്കോ കാരണം എടുക്കേണ്ടി വന്നു. അപ്പം സൗണ്ടൊന്ന് അടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. പിന്നെന്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കിനി നെക്സ്റ്റ് തെറാപ്പി ഈ ഫ്രൈഡേ ആണ് വരുന്നത്. ഒരു 10 മണിയാകുമ്പം ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തെറാപ്പി 1 മന്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 1 hour തെറാപ്പി കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വരാൻ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഇനി എന്താകും എന്നെനിക്കറിയില്ല. കാരണം ബന്ധാന്നൊക്കെ പറയുന്നുണ്ട്, ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അപ്പം വോയിസിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട്. എനിക്ക് ഈ പറയുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊന്നും പോകാൻ പറ്റില്ല, പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ വീക്ക്ലി വൺസ് മസ്റ്റായിട്ട് പോകണം. അപ്പോൾ ഹോംവർക്ക് പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതും പിന്നെ സ്ലീപ്പിൻ്റെ കാര്യം കൃത്യമായിട്ടും 6 to 7 hours ഉറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് വേഗം കിടന്ന് ഉറങ്ങും ഞാൻ. കാരണം നമ്മൾ ചാത്തുമ്മൂനെ വിടേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീപ്പ് കറക്റ്റ് ആവണില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ ഇപ്പോൾ ഒരു 10:30 മാക്സിമം 10:30-11 മണിയാകുമ്പം കിടന്നുറങ്ങും. ഇന്നലെ ലേറ്റായി, ബാക്കി എല്ലാ ദിവസങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരാഴ്ച ഞാൻ ചെയ്തത് ഇന്നലെ രാത്രി കൊണ്ട് നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് റെഗുലറായിട്ട് 1 month ഫോളോ ചെയ്താലേ അന്നോടിയോള് പോവുള്ളൂ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടവും വരും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെന്താണ്, ഇന്നിപ്പം പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. ചിലപ്പം ഞാൻ ഈ വീഡിയോ ഈ ഒരു സെഗ്മെൻറ്റോടെ അവസാനിപ്പിക്കും. എന്നിട്ട് ഞാൻ ഇന്ന് പോണത് പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രാക്ടിക്കലാകും എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പം ബിസിനസ് 2 ദിവസമായിട്ടൊന്നും ഡള്ളായിട്ടിരിക്കുകയാണ്. നിങ്ങളും എൻ്റെ സ്റ്റാറ്റസുകളൊക്കെ കാണാനായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ ആണ്. സൺഡേ മൺഡേ വരുമ്പം എനിക്ക് കുറച്ച് ഡിലേ വരും, കുറച്ചും കൂടെ സ്ട്രെയിൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാറ്റസ് ഇടാതിരുന്നത്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാട്ടോ. ഇതുവരെ വാട്സപ്പ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ നമ്പർ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത്, ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമാണ്. ഇൻ കേസ് എനി അർജൻറ്റ് പിള്ളേരുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പം ക്രീമുകൾ ചോദിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു ആവശ്യമില്ലാണ്ട് എനിക്കിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു വയ്യാത്ത കുട്ടിയാണ്, എൻ്റെ അറിവിലൊരു വയ്യാത്ത കുട്ടിയാണ്. ആ കുട്ടി ഞാൻ ആ ഏഡിയുടെ നെക്ലസ് ഇട്ട വീഡിയോയിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അത്രയും നേരം ഞാൻ പറഞ്ഞു, മോളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിക്കാം. ആ കുട്ടി അതൊന്നും സംസാരിക്കണില്ല, വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സഹിക്ക് കെട്ടിട്ട് ഞാൻ 2ാമത്തെ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ഞാനത് ബ്ലോക്ക് ചെയ്തു. കാരണം വാട്സപ്പിൽ എടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് നോർമൽ കോൾ വിളിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എൻ്റെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ അറിയാമല്ലോ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എനിക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ വിളിച്ചോളാം, ഇല്ലെങ്കിൽ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. കാരണം കുട്ടികളുടെ കയ്യിൽ ഫോണുള്ളപ്പോൾ നമുക്കറിയില്ല എന്താ അവർ ചെയ്യുന്നതെന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങളത് പേരൻസ് മാക്സിമം ശ്രദ്ധിക്കുക. ആ കുട്ടി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. എൻ്റെ സൗണ്ട് ഇതേ പോയി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓവർ സ്ട്രെയിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സൗണ്ട് വീണ്ടും പോയി.
ഇത് മിക്കവാറും കത്തിയിലേ അവസാനിക്കും എന്ന് എൻ്റെ മനസ്സ് പറയണു. അറിയില്ല, നമുക്ക് നോക്കാം. അതിന് സമയമുണ്ടല്ലോ, ഒരു മാസം ഉണ്ട് എൻ്റെ കയ്യിൽ, നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ